Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തുറവൂർ തലക്കോട്ടപ്പറമ്പ സ്വകാര്യ വ്യക്തിയുടെ ഫർണിച്ചർ നിർമ്മാണ ഫാക്ടറിക്കെതിരെ പ്രതിഷേധം. കഴിഞ്ഞ 90 ദിവസമായി ഫാക്ടറിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം നടത്താൻ തുടങ്ങിയിട്ട്. ഫാക്ടറിക്കെതിരെ പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും നിരവധി പ്രതിഷേധ യോഗങ്ങളും പന്തംകൊളുത്തി പ്രകടനവും നടത്തിയിരുന്നു. 90 ദിവസം പിന്നിട്ട സമരം ഇപ്പോഴും തുടരുന്ന നിലയിലാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് കൂടെ പഠിക്കണം. അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനുള്ള പിള്ളേർക്ക് പഠിക്കാനോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനോ ഒരു ഇതില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ട. ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയായാലും ഞങ്ങൾക്കത് മാറ്റി തന്നെ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്ന ഫർണിച്ചർ സ്ഥാപനം ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ വളർന്ന സ്ഥലമാണിത്. അപ്പം ഞങ്ങൾക്കിത് വന്നാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, പഠിക്കണവരുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാനും പറ്റില്ല. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. ഞങ്ങൾക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇതിവിടെ വരാതിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സ്ഥാപനം വന്നത് ഇത് സാധനങ്ങൾ കൊണ്ട് സ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാപനം വന്നത് ഇപ്പം അവരതൊരു കമ്പനിയായിട്ട് കൊണ്ടുപോകണേ. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് കുഞ്ഞു കുട്ടികളും അമ്മമാരും പ്രായമായ ഒരുപാട് ആൾക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇതിലൂടെ വരരുതെന്നാണ് ഞങ്ങളുടെ താല്പര്യം. പൗരസമിതി കൺവീനർ NC രാജു, പ്രസിഡന്റ് MK സുനിൽ, കമ്മിറ്റി അംഗങ്ങളായ വത്സ വേലായുധൻ, ബേബി വിജയൻ, പുഷ്പരാജൻ, വിമല കുട്ടൻ, മിനി ഷാജി, ലിജി സാംബശിവൻ, പ്രിയ സോണി തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഈ ഫാക്ടറിയും അടുത്ത വീടുമായിട്ട് ഏകദേശം 6 മീറ്റർ ദൂരമുള്ളൂ. ഒരു കിണറായിട്ട് 2 മീറ്റർ ദൂരമുള്ളൂ. ആ സ്ഥലത്താണ് ഈ ഫാക്ടറി ഇവിടുന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊടിയുടെ ശല്യം, താഴ്ത്തുപുറം പാടമാണ്, പടിഞ്ഞാട്ട് നിരവധി വീടുകളാണ്, ചുറ്റുപുറം ഒക്കെ അസുഖവും മറ്റുള്ള കാര്യങ്ങളും ബാധിച്ച ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പൊടി എന്ന് പറയുന്നത് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീടുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പടർന്ന് ഒരു തുണി വരെ നമുക്ക് അലക്കി മിറ്റത്തിടാൻ പറ്റില്ല. അതുപോലത്തെ പൊടിയും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ മരം അറക്കുന്ന പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കരമായ പൊടിയായിരിക്കും. അത് കിഴക്ക് ഭാഗത്ത് പാടായതുകൊണ്ട് പടിഞ്ഞാട്ട് ഭയങ്കരമായ കാറ്റ്, ഉച്ച കഴിഞ്ഞൊക്കെ ഭയങ്കര കാറ്റാണ്, കാര്യങ്ങളൊക്കെയാണ്. ഒരു രീതിയിൽ എന്ത് മറ കിട്ടിയാൽ പോലും അതിന് തടയാൻ പറ്റില്ല പൊടിയെ. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുന്ന് വയ്ക്കണത്. ഇതൊരു ഇൻഡസ്ട്രി ഏരിയ അല്ല, ഇതൊരു റെസിഡൻസി ഏരിയയാണ്. അതായത് അടുത്തടുത്ത് വീടുകൾ താമസിക്കുന്ന നിരവധി 10-60 വീട് തന്നെ ഈ ഫാക്ടറിയോട് ചുറ്റുപുറത്തുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി ഇതൊരു വാശിയുടെ പുറത്ത് കൊടുന്ന് വെച്ച് ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് ഇത്രയും 10-60 കുടുംബങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കും. ഞങ്ങൾ ഇവിടെ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും ഈ തൊട്ടടുത്തുള്ള വീട്ടുകാരാണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ ലൈസൻസിങ് നടപടി KSWIFT വഴിയാണ് നടന്നേക്കണേ. ഈ KSWIFT വഴി ലൈസൻസ് ഇഷ്യൂ ചെയ്തതും മറ്റു കാര്യങ്ങളൊന്നും ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്തോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത്. അതായത് ഇതെല്ലാം ഓൺലൈൻ വഴിയാണ് ആൾ ചെയ്തേക്കണത്. പക്ഷേ ഇങ്ങനെ കിട്ടിയ ലൈസൻസ് ഇവിടെ നമ്മൾ ഈ തൊട്ടടുത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളെല്ലാവരും തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. ഈ തൊട്ടടുത്ത വീട്ടിലൊരു ശബ്ദം ഉണ്ടായപ്പോഴും നമുക്കറിയാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായ ശബ്ദം ഉണ്ടായതാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളും പിന്നെ പൊടിശല്യങ്ങൾ, നല്ല രീതിയിൽ പൊടിശല്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും മരത്തിൻ്റെ പരിപാടികളാണ്, നല്ല രീതിയിൽ പൊടി. ഇപ്പോൾ ആളുടെ ഈ ബിജു എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ പരിസരത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യാറുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊടിശല്യത്തെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ ആ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അതുണ്ടാവുന്ന നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് ആദ്യമേ മുതൽ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. ഇതുപോലൊരു ദോഷം നമുക്ക് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അവൻ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു 3-5 മാസത്തിനുള്ളിലാണ് നേരെ നിറം മാറി ഇവിടെ ഫർണിച്ചറിൻ്റെ പരിപാടികൾ കൊണ്ടുവയ്ക്കണം, അവൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും എന്ന് ബെല്ല് വിളിച്ചുകൊണ്ട്. അത് ഒരു കാരണം ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം സ്റ്റാർട്ടിങ് പോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഫർണിച്ചറിൻ്റെ മറ്റ് ഇവിടെ പോളിഷ് വർക്ക് ഒരു കാരണവശാലും ഞങ്ങളോട് സമ്മതിക്കില്ല. മരത്തിൻ്റെ ഒരു ഏർപ്പാടും നടക്കില്ല. 80ഓളം കുടുംബങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്.